ഡിഗ്രി പ്ലസ് ടു കാലഘട്ടങ്ങളിൽ ഏതാനും വിദ്യാർത്ഥികൾ ഒരു ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുമ്പോൾ അവർ ഡെയിലി യൂസ് ചെയ്യുന്ന പ്രധാന പ്രോബ്ലമാണ് അവരുടെ ചിലവുകളും നല്ല നിലയിൽ എഴുതി വെച്ച് പിന്നീട് അത് കണക്കൂട്ടി പരസ്പരം ഇടപാടുകൾ തീർക്കുക എന്നത്. ഇതിന് നാം ഏറ്റവും നല്ലൊരു സൊല്യൂഷനായിട്ടാണ് ഗൂഗിൾ ഷീറ്റ്സ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഇവിടെ ഈ ഗൂഗിൾ ഷീറ്റ്സിൽ ഏതാനും വിദ്യാർത്ഥികൾ അവർക്ക് ആവശ്യമുള്ള വിഷയം ഡേറ്റ് വെച്ചിട്ട് ഇവിടെ എഴുതിയിട്ടുണ്ട്. 1/1/2024 അന്ന് റൂമിൻ്റെ വാടക കൊടുത്തു. അത് വാടക 5000 ആണ്. അതിൽ 3000 കൊടുത്തു, ബാബു കൊടുത്തു. പിന്നെ 2000 അൻവറും കൊടുത്തു. പക്ഷേ ഈ വാടകയുടെ വിഷയമായതുകൊണ്ട് ബാക്കിയുള്ള 4 പേരിൽ അൻവർ, അബു, അതുപോലെ ബാബു, നിസാർ ഈ 4 പേരും അതിൽ ഭാഗവാക്കാണ്. അതുകൊണ്ട് അവർക്ക് അവിടെ യെസ് ടിക്ക് ചെയ്തു. അത് അങ്ങനെ ഇപ്പോൾ 4 ആൾക്കാരും ഉണ്ട്. അപ്പോൾ ഓരോരുത്തർക്കും പെർ ഹെഡ് വരുന്നത് 750-ഉം 500-ഉം. 3000 കൊടുത്തതിൽ 750-ഉം പിന്നെ മറ്റേ 500-ഉം 2004 ആൾക്കെല്ലാം 500-ഉം. അങ്ങനെ ഓരോരുത്തർക്കും ആവശ്യമുള്ളത് എത്രയാണെന്ന് അവിടുന്ന് കിട്ടും. പിന്നെ അതേപോലെ പിന്നെ അവർക്ക് TA ഉണ്ടായി. അത് 715 ബാബു കൊടുത്തു. അതിൽ ഭാഗവാക്കായത് 4 പേരുമുണ്ട്. പിന്നെ അതേപോലെ ട്രെയിനിൽ യാത്ര പോയി 1220 ചിലവായി. അപ്പോൾ നിസാർ ആണത് കൊടുത്തത്. അതിൽ ഭാഗവാക്കായത് അൻവർ, അതുപോലെ അബു, ബാബു എന്നിവരില്ല. പിന്നെ അതുപോലെ നിസാറും 2 ആളുകളാണ് അവർ അതിലുണ്ടായത്. പിന്നെ ഹോട്ടലുമായി ബന്ധപ്പെട്ട് ഒരു ഭക്ഷണം കഴിച്ചതിൽ 1000-ലധികം ചിലവായി. അതിന് അബു കൊടുത്തു. അതിൽ 4 ആളുകളും ഭാഗവാക്കായി. അപ്പോൾ അങ്ങനെ ഓരോരുത്തർക്കും വരുന്നത് 300 വെച്ച് വരുന്നുണ്ട്. ഇങ്ങനെ ഓരോ ഡെയിലി അവർ യൂസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ അവരുടെ ഡെയിലി കണക്കുകളൊക്കെ ഇവിടെ എഴുതി വെച്ചാൽ പിന്നെ അതിന് ശേഷം പിന്നെ ഇതിൻ്റെ ഓട്ടോമാറ്റിക്കലായി ഇവിടെ ഓരോ വിഷയങ്ങളും അവിടെ പാർട്ടിക്കുലേഴ്സ് വെച്ചിട്ട് റെൻറ്റ് ടോട്ടൽ 5000, TA 215 ചിലവായി. ഇനി ടിഎയിൽ വേറെ ആരെങ്കിലും അത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അതിനനുസരിച്ച് ഇവിടെ കൂടും. പിന്നെ മെസ്സ് 1000, പിന്നെ അങ്ങനെ ഇലക്ട്രിസിറ്റി കൊടുത്തു. അങ്ങനെ ടോട്ടൽ 9585 ടോട്ടൽ പലരുമായിട്ട് കൊടുത്ത് പല വിഷയത്തിലേക്ക് ഇവർക്ക് ചിലവായി. ഇതിൻ്റെ കണക്ക് അതിൻ്റെ കറക്റ്റ് റിപ്പോർട്ട് കിട്ടുന്നത് ഇവിടെയാണ്. ഇവിടെ ടോട്ടൽ പേയ്മെൻറ്റ് അപ്പോൾ ഈ അൻവർ എന്ന ആൾ 750, 500 അങ്ങനെ ഇതുവരെ ഉള്ളത് അവർക്ക് ചിലവായത്. ടോട്ടൽ അവർക്ക് എക്സ്പെൻസ് ഉള്ളത് 2951.25. ഈ 2000 അവർ കൊടുത്തത്. പല ഇതിലായിട്ട് കൊടുത്തത് 2000. അപ്പോൾ ബാലൻസ് ആയിട്ട് 951.25 അവർ കൊടുക്കണം മറ്റുള്ളവർക്ക്. പിന്നെ അതുപോലെ അബുവിൻ്റെ പങ്കെടുത്തതിൽ അവർക്ക് ചിലവായതാണ്. അത് ചിലർ ഒന്നും പങ്കെടുത്തിട്ടില്ല. അപ്പോൾ അതിൻ്റെ ചിലവായിട്ട് വരില്ല. അപ്പോൾ ടോട്ടൽ 2341.25 ചിലവായി. 2200 കൊടുത്തിട്ടുള്ളൂ. 151 ബാക്കി കൊടുക്കാണ്ട്. എന്നാൽ ഇവിടെ ഞാൻ ആർക്ക് കൊടുക്കേണ്ടത്? അത് ബാബുവാണ് ഇത് തോനെ ചിലവഴിച്ചത്. ബാബുവിന് ചിലവായത് ആകെ 1841. അതിൽ കൊടുത്തത് 3215. ബാക്കി 1373 ബാക്കിയുള്ളവയിൽ നിന്ന് കിട്ടണം. അതാണ് ബാബുവിന് കിട്ടണം. ബാക്കിയുള്ളവർ ഓരോ സംഖ്യയായിട്ട് കൊടുക്കണം. ഇങ്ങനെയാണ് ഇവിടെ നാം കണക്കുകൾ എഴുതി വെച്ചിട്ടുള്ളത്. ഇത് ഇങ്ങനെയുള്ളൊരു കണക്ക് ഇത് നമുക്ക് ഗൂഗിൾ ഷീറ്റ്സിൽ ചെയ്യുന്നതിന് വേണ്ടി ആദ്യം നമ്മൾ ഡേറ്റുള്ള ഒരു ഇത് വെക്കുക. പിന്നെ അതിനനുസരിച്ചും നമ്മുടെ ഡെയിലി വരുന്ന ചിലവുകൾക്ക് വേണ്ടി ഒരു ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് സെറ്റ് ചെയ്യുന്നു. ആ സെറ്റ് ചെയ്യുന്ന ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ഇവിടെയുള്ള ഡെയിലി പാർട്ടിക്കുലേഴ്സ് വെച്ചിട്ടാണ്. അപ്പോൾ അതിനോട് ഉപയോഗിക്കുന്ന ഏതൊക്കെ കാര്യങ്ങളുണ്ടോ അതവിടെ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റായി. ഇനി അഥവാ നമുക്ക് വേറെ എന്തെങ്കിലും അധികമായി ഇവിടെ ആവശ്യം വരുന്നുണ്ടെങ്കിലും ഇപ്പോൾ ഉദാഹരണത്തിന് ഇത് കൊടുക്കാം. ആഡ് ചെയ്ത് കൊടുത്താൽ പിന്നെ അതനുസരിച്ച് ഇവിടെ ഈ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിൽ അത് കാണിക്കും. അപ്പോൾ ഫുഡ് എന്നത് ഇവിടെ കാണിക്കും. അപ്പോൾ അത് നമുക്ക് അവിടെ എഴുതാൻ സുഖമാണ്. പിന്നെ അതേപോലെ അതിൻ്റെ ടോട്ടൽ എത്രയാണെന്ന് വെച്ചാൽ അത് സംഖ്യ എഴുതിയാൽ മതി. അത് അതിൽ പങ്കെടുത്തവരാണെങ്കിൽ എസ് ഇടുക അല്ലെങ്കിൽ നോ ഇടുക. അപ്പോൾ എസ് അനുസരിച്ചാണ് ഇവിടെ എണ്ണം കൂടുക, കൗണ്ട് ചെയ്യുക. അവിടെ കൗണ്ട് ഫംഗ്ഷനാണ് ഉപയോഗിച്ചത്. പിന്നെ പെർ ഹെഡ് അവിടെ ഹരിച്ചുകൊണ്ട് നമുക്ക് ആ സംഖ്യ കിട്ടും. പിന്നെ അതേപോലെ പാർട്ടിക്കുലേഴ്സിൽ ഈ
ഇനങ്ങളിൽ നേരെ എമൗണ്ട് എഴുതിയിട്ടുണ്ട്. എമൗണ്ട് കണക്കൂട്ടുന്നതിന് SUMIF ഫംഗ്ഷനാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ അതിനുശേഷം ഓരോ ആളുകൾക്കും അവർ ചിലവായതും അവർ ചിലവഴിച്ചതും അങ്ങനെ അവർക്ക് ചിലവ് വന്നത് അവർ കൊടുത്തത് പിന്നെ ബാക്കി കൊടുക്കാനോ അല്ലെങ്കിൽ കിട്ടാനോ ഉള്ളത് ഇതൊക്കെ ഇവിടെ ഉണ്ട്. ഇതൊക്കെ SUMIF ഫംഗ്ഷനും ഒക്കെ വെച്ചിട്ടാണ് റെഡിയാക്കിയിട്ടുള്ളത്. ഇനി ഒരു പുതിയ ഒരാളും കൂടി അവർ റൂമിലേക്ക് പുതുതായി ശരിയാണ് വന്നാൽ അവിടെ നമുക്ക് അതും കൂടി വേണമെങ്കിൽ ഇവിടെ ഉപയോഗിക്കാം. അതിനുവേണ്ടി ഇവിടെ ഞാൻ ഈ സ്ഥലം നാസർ നടക്കുന്നു. നാസർ വന്നതിന് ശേഷം പിന്നെ അടുത്ത മാസം റെൻറ്റ് കൊടുക്കുമ്പോഴാണ് നാസർ വന്ന് നിൽക്കുക. അപ്പോൾ റെൻറ്റ് കൊടുത്തു. ആ റെൻറ്റ് കൊടുത്തത് ഒരാൾ കൊടുത്തത് നമ്മൾ അൻവർ അല്ല പുതിയ വന്ന നാസർ എന്നൊക്കെ. അപ്പോൾ കാണാം നാസർ അവിടെ പേര് എഴുതി വെച്ചപ്പോൾ ഇവിടെ ഇത് വന്നു. പിന്നെ നാസർ കൊടുത്തു. അപ്പോൾ റെൻറ്റിൻ്റെ വിഷയമായതുകൊണ്ട് എല്ലാവരും ഇതിൽ ഭാഗമാക്കാണ്. അതുകൊണ്ട് ഇവരൊക്കെ നമ്മൾ കോപ്പി ചെയ്ത് കണ്ട് എല്ലാവരെയും അവിടെ പേസ്റ്റ് ചെയ്താൽ അവിടെ എല്ലാവരും 5 ആളുകളായി. അപ്പോൾ പെർ ഹെഡ് ഒരാൾക്ക് 600 വെച്ച് വന്നു. അതിൽ 3000 കൊടുത്തതിൽ 600 വന്നു. പിന്നെ 2000 വേറെ ആൾ കൊടുത്തു. കൊടുത്തത് ധാരത്തി അൻവറാണ് നിൽക്കാം. അവിടെയും നമ്മൾ ലിസ്റ്റ് കൊടുക്കുന്നു. 5 ആളുകളും അതിന് ഭാഗമാക്കാണ്. അപ്പം അതിനനുസരിച്ച് പെർ ഹെഡ് 600, 400, 1000 റുപ്യയായി. 5 ആളുകൾക്ക് 5000. ഇങ്ങനെ ഇതുപോലെ ബാക്കി കാര്യങ്ങളൊക്കെ ഫോർമുലയൊക്കെ വളരെ വൃത്തിയായി